അപ്പോൾ ഉച്ചയ്ക്ക് പന്നി ഫ്രൈ ചെയ്യാൻ ഓർത്തു കേട്ടോ. ഫ്രൈയോ അല്ലെങ്കിൽ റോസ്റ്റോ എന്തെങ്കിലും. അപ്പോൾ ഇതിന് തൊലിയൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി ഇല്ല, കുറച്ച് തൊലിയുള്ളൂ കേട്ടോ, നല്ല പന്നി തന്നെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പന്നി റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് 3 വിസിലടുപ്പിക്കാം. അപ്പോൾ പാൻ വെച്ചു, കുറച്ചെണ്ണ, കാരണം പന്നിക്കൊക്കെ നെയ്യ് ഉള്ളതുകൊണ്ട് ശകല എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ കടുകിടാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടുമ്പോൾ തേങ്ങാക്കൊത്തും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും എല്ലാം ചേർക്കാം. എല്ലാം പൊട്ടി തേങ്ങാക്കൊത്തും. അപ്പം ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിലൂടെ പച്ചമുളക് ചേർക്കാം, സവോള കൊത്തിയിരുന്നത്. അപ്പം കുറച്ച് കരിയാപ്പിലയും ഉപ്പും ചേർക്കാം. ഉപ്പ് ഞാൻ ഇറച്ചി ചേർത്തായിരുന്നു, പക്ഷേ ഇതിന് ഗ്രേവിക്കും കൂടി കുറച്ച് ഉപ്പ് ചേർക്കണം. തക്കാളിക്കയും കൂടെ ആഡ് ചെയ്യാം. സവോള നന്നായിട്ട് വരണ്ട് വന്നു. കുഞ്ഞു പൊടികളെല്ലാം ചേർക്കാം. ചെറുതായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇറച്ചി തണക്കണം. കുക്കറെ ഒരു 10 മിനിറ്റ് കൊണ്ട് തണക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലൂടെ ചേർക്കാം. നിറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് എടുത്ത് ഞാൻ മാറ്റി. ഇനി നമുക്കൊരു ഗ്രേവി ചേർക്കാം. നന്നായിട്ട് നല്ല നെയ്യുള്ള പന്നിയൊന്ന് കുറേയൊക്കെ എടുത്തു. ഇതിലോട്ട് കഴിഞ്ഞ് തന്നെ ഇന്ന് സെറ്റാവില്ല. തീ കുറച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ഇളക്കി വിടണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചോട്ടി പിടിക്കും. കുറച്ച് കരിയാപ്പിലയും ഇട്ട് ഞാൻ വീഡിയോ ഫിനിഷ് ആക്കുവാണ്. കാരണം കുഞ്ഞാവ് അവിടെ വഴക്ക് തുടങ്ങി. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് മുരിഞ്ഞ് വരും. അതിൻ്റെ തീ ഓഫ് ചെയ്യാം നമുക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.